പിന്നെ ഇതെന്താ ഇതാര്? അസ്സലാമലൈക്കും. എന്താ പേര്? അഭിനവ്. അഭിനവ്. എവിടുന്ന് വരുന്നത്? ട്രിവാൻഡ്രം. ആ, MRC ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എന്റെ ജോലിയൊക്കെ വിട്ടിട്ടാണ് ഞാൻ വന്നത്. ജോലി സ്കൂളിലെ സാറാണ്. സാറാ? ഇരിക്ക്. മാഷെ അടിക്കരുത് നമ്മളാ. നമ്മ പല തെറ്റുകളും ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ലേ മാഷോ? കാര്യം പറ വെറുതെ. ഞാൻ ഹിന്ദി അധ്യാപകനാ. അമ്മ സത്യം. അമ്മ സത്യം ഹിന്ദി അധ്യാപകനാ. എനിക്കൊരു ട്യൂഷൻ സെന്റർ ഉണ്ട്. അപ്പൊ സ്കൂളിൽ റിസൈൻ ചെയ്തിട്ട് MRC ഗ്യാങ്ങിൽ മെമ്പർ ആണോ? 10th മെമ്പർ ആവാൻ വേണ്ടിട്ട് വന്നു. അതും തിരുവനന്തപുരം ഹിന്ദി മാഷ്. അതെന്താ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താ? തീരുമാനം എനിക്ക് നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. ചാവാൻ പോലും പോയ ഞാനാണ്. നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ പ്രത്യേക ഒരു ചാവാൻ പോയോ? കുറച്ച് ഫാമിലി ഇഷ്യൂസ്, അത് തൽക്കാലം ഇപ്പൊ പറയണ്ട. നിങ്ങളുടെ ലൈവ് കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക ഒരു ഉന്മേഷമുള്ളൂ സത്യം പറഞ്ഞാല്. അപ്പൊ നിങ്ങളുടെ ഗ്യാങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ഉപദേശിക്കാൻ തന്നെ ആരും ഇല്ലായിരുന്നു. എൻ്റെ അമ്മ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അച്ഛനുണ്ടെങ്കിലും അമ്മയാണ് എല്ലാം. ഇല്ല ഞാൻ എനിക്ക് 26 വയസ്സേ ഉള്ളൂ. 26 വയസ്സാ. ട്യൂഷൻ സെന്റർ ഉണ്ട്. ഡാൻസ് അധ്യാപകനാണ്. ഡാൻസ്? ക്ലാസിക്കൽ ഡാൻസ്. ഞാൻ സ്റ്റേറ്റ് ലെവലിൽ കുട്ടികളെ എത്തിച്ചിട്ടുണ്ട്. ആണോ? എത്ര വർഷമായി സാറായിട്ട്? 3 വർഷം. ഞാൻ 2017-20 യൂണിവേഴ്സിറ്റി കോളേജിൽ BA ഹിന്ദി ഡിഗ്രി, പിന്നെ MA 2020-22, പിന്നെ 23-24 B.Ed, പിന്നെ അപ്പോഴെ തന്നെ സ്പോട്ടിൽ തന്നെ അധ്യാപകനായിട്ട് കയറി. പിന്നെ ഇങ്ങോട്ട് വന്നു. വീട് നാടും എല്ലാം ഉപേക്ഷിച്ചു. എനിക്ക് ട്യൂഷൻ സെൻ്റർ ഉണ്ട്. ഞാൻ ട്യൂഷൻ സെൻ്റർ അനിയനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. നോക്കിക്കോളണം എന്ന് ഏൽപ്പിച്ചിട്ടാണ് വന്നത്. ട്യൂഷൻ ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ട്? 150ഓളം കുട്ടികളുണ്ട്. എത്രാം ക്ലാസ് തൊട്ട്? 1 മുതൽ ഏകദേശം പ്ലസ് 2 വരെ. എന്റെ ഫുൾ ഡീറ്റെയിൽ കാണാൻ പറ്റും. എന്റെ ട്യൂഷൻ സെന്റർ എല്ലാം അത് ഞാൻ നോക്കാം. പക്ഷെ ഇത് നിങ്ങള് സ്കൂളിൽ അധ്യാപകൻ എന്തിന്? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാം. അതൊരു മാച്ചിങ് അല്ലല്ലോ. നിങ്ങളിപ്പോ ഇത്രയും കാലം പഠിച്ച് കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയല്ലേ? കഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ പഠിച്ചു കിട്ടിയതാ. കഷ്ടപ്പെട്ടില്ല, വെറുതെ പഠിച്ചാൽ കിട്ടുമോ? അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എവിടെ എത്തേണ്ടോ? ഞാൻ പഠിച്ചു, വെറുതെ ഇരുന്ന് പഠിച്ചു. കഷ്ടപ്പെട്ടില്ലേ? എനിക്ക് കഷ്ടപ്പാടായിട്ട് തോന്നിയില്ല. അങ്ങനെയൊന്നുമില്ല. കോപ്പി അടിച്ചൊക്കെ തന്നെ ഞാനും മാർക്ക് വാങ്ങിച്ചത്. ബുദ്ധിജീവി ഒന്നുമല്ല, കോപ്പി അടിച്ച് തന്നെ മാർക്ക് വാങ്ങിച്ചത്. അപ്പൊ നാളെ പുറത്താവും ചിലപ്പോ. സ്കൂളിൽ റിസൈൻ ചെയ്തു. ശരിക്കും വന്നത് അതാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് എന്താ? സ്ക്രിപ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഓരോ ആൾക്കാർ ഗസ്റ്റ് വരുമ്പോൾ ഓരോ കാര്യങ്ങളോട് സംഭവിക്കും. സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ഞാനും പലതും നോക്കാറുണ്ട്. ഇതൊക്കെ സ്ക്രിപ്റ്റ് അല്ല, ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്നോട് അല്ല, ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഞാൻ എങ്ങനെ തൊപ്പിയ പരിചയം സ്ക്രിപ്റ്റ് ആണെന്ന് പറയാനായിട്ട് ട്രിവാൻഡ്രത്തുള്ള ഞാൻ അല്ല, പരിചയപ്പെടാ വഴികളുണ്ട്, ഫോണിൽ കൂടെ പരിചയപ്പെടാൻ പോലെ. അങ്ങനെ അല്ലല്ലോ അവർ പറയുന്നതെന്ന് വെച്ചാല് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതായത് ഒരു അധ്യാപകൻ 10th മെമ്പറായിട്ട് MRC ഗ്യാങ്ങിലേക്ക് അവര് നെറ്റിൽ ഇൻസ്റ്റയിൽ കയറി നോക്കാൻ പറയൂ. ഞാൻ നോക്കാം. ഇൻസ്റ്റയുടെ പ്രൊമോഷൻ ഒന്നും അല്ലല്ലോ. ഓക്കെ, പേര് പറ. അല്ലാതെ നിങ്ങൾ നോക്കിയിട്ട് എടുത്ത് പറഞ്ഞാൽ മതി. അതിൽ കാണിക്കാണ്ട് എന്താ പേര് പറ? അബീസ് ഫ്രഷേഴ്സ്. ABHI AES FRESH. ഇതോ? ഇതിലെവിടെയാണ് മാഷായിട്ടുള്ള ഇത്? എവിടെ? മൊത്തം അത് തന്നെ, മുകളിലോട്ട്. അതാണ് എൻ്റെ ട്യൂഷൻ സെന്റർ. ഏതാ? ബ്രൈറ്റ് ട്യൂഷൻ സെന്റർ. ഓക്കെ. നിങ്ങൾക്ക് ജോലി മടുത്തതല്ലേ, എനിക്കിങ്ങനെ കുറച്ച് അടക്കി ഒതുക്കി ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഇതാവണം. അല്ല, നിങ്ങളെ ക്ലാസ് എടുക്കുന്നത് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഇത് അധ്യാപകനാടാ. അതെനിക്ക് നന്നായിട്ട് കയറിക്കൊണ്ടു. അങ്ങനെ അവളുടെ ബർത്ത്ഡേ ആയി. ബർത്ത്ഡേക്ക് മുന്നേ തന്നെ നമ്മൾ എല്ലാവരും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അനശ്വരയെ ഒന്ന് ഞെട്ടിക്കണം. പഠിപ്പിക്കുന്ന അധ്യാപകരോടും പഠിക്കുന്ന കുട്ടികളോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അനശ്വരയ്ക്ക് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചതിന് ശേഷം നമ്മുടെ ആദ്യ പബ്ലിക്
അത് ശരി. എന്താ അത് സ്റ്റേറ്റ് ലെവലിൽ കൊണ്ടുപോയതാ ഡാൻസിന്. ഡാൻസ് മാസ്റ്ററാണ്. അതെ അതെ. ഇത് ഭരതനാട്യം അങ്ങനത്തെ ശരി, എല്ലാം ചെയ്യും. ചതിക്കപ്പെട്ടവന്റെ അവസ്ഥയോ? ആരാ നിങ്ങളെ ചതിച്ചേ? തേപ്പ് കിടന്നോ? അത് വേറെ. തേപ്പ് കഥ പറ. ഒരുപാട് വേദനകൾ ഉള്ളിൽ ഒതുക്കി നടക്കുന്നു. തേപ്പ് കഥ പറ.